എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. അല്ലാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ കടക്കേണ്ട പ്രധാനപ്പെട്ട കടമ്പയാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈമും. അത് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും ഒരു ഇൻകം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കടക്കേണ്ട കടമ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാലും ഈ 4000 വാച്ച് ടൈം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 4000 വാച്ച് ടൈം ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുകയും വേണം. അപ്പൊ അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ടെക് ചാനൽ നടത്തുന്ന ചില ആളുകൾ തമിഴിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. അങ്ങനെ ആയിട്ടുള്ള ചില ആളുകൾ പെയ്ഡ് സർവീസ് എന്ന രീതിയിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അത് യൂട്യൂബ് ചാനൽ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ കഴിയും. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് മലയാളത്തിൽ തന്നെ പ്രമുഖരായ ടെക് ചാനൽ നടത്തുന്ന 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വാഗ്വാദമായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ആശയങ്ങൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം കുറച്ച് വിഷയങ്ങൾ ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പൊ ഞാൻ ഈ ചാനലിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ വീഡിയോയിൽ ഒരു ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ ആരുടെ പേര് പരാമർശിക്കാനോ അല്ലെങ്കിൽ ആരുടെയും ചാനലിനെ താഴ്ത്തിക്കെട്ടാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതുവരെയും 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബേഴ്സും തികയാത്തവരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഈ 2 കടമ്പ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും കടന്നേ പറ്റുള്ളൂ. അപ്പോ ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളായിട്ടുള്ള പഴയ ടെക് ചാനൽ നടത്തുന്ന ഒരു വ്യക്തി, അപ്പൊ ആളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല. പെയ്ഡ് സർവീസ് ആയിട്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 3 വർഷമായിട്ട് ഡെഡായി കിടക്കുന്ന ഒരു ചാനൽ 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുത്തു. മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കി 4000 വാച്ച് അവറും 1000 സബും എല്ലാം റെഡിയാക്കി കൊടുത്തു. അപ്പൊ നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, 3 വർഷമായിട്ട് ഡെഡായി കിടക്കുന്ന ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പിന്നെ ആ വ്യക്തി മുന്നോട്ട് ഈ സബ്സ്ക്രൈബേഴ്സും ഈ വാച്ച് ടൈമും കംപ്ലീറ്റ് ആക്കി പൈസ കൊടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും മുന്നോട്ട് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എത്ര പൈസ കൊടുത്ത് എങ്ങനെയെല്ലാം ഏത് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയെല്ലാം ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി, ഇനി മുതൽ അടുത്ത മാസം മുതൽ എല്ലാ മാസവും പൈസ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ യാതൊരു ഗ്യാരണ്ടിയോ കംപ്ലീറ്റ് ഒരു കാര്യങ്ങളോ ഒന്നും യൂട്യൂബ് നമുക്ക് ഉറപ്പ് തരുന്നില്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോ ജെന്യൂൻ ആയിരിക്കുക, നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുക. ഒരു പക്ഷേ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബേഴ്സും എല്ലാം കിട്ടിയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിടുന്ന ഓരോ വീഡിയോകളും ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് കാണുമോ, അത് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇവർ കണ്ടാലേ നമുക്ക് പിറ്റത്തെ മാസം മുതൽ നമുക്ക് ഇൻകം വരാൻ തുടങ്ങുള്ളൂ. നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി അല്ലെങ്കിൽ 4000 വാച്ചവറും 1000 സബും എല്ലാം റെഡിയാക്കി തന്നു, ഓക്കെ, പൈസ കൊടുത്തു, എഗ്രിമെന്റ് കഴിഞ്ഞു. ഇന്നത്തെ മാസം മുതൽ നമുക്ക് യൂട്യൂബ് പൈസ തന്നുകൊണ്ടേയിരിക്കും, അങ്ങനെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി എന്നുള്ളത്. അങ്ങനെ കിട്ടുന്ന മോണിറ്റൈസേഷൻ ആയിക്കോട്ടെ, അത് ജെന്യൂൻ ആണ് എന്ന് ഇവര് പറയുന്നുണ്ടെങ്കിലും അത് ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജെന്യൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇടുന്ന ഒരു വീഡിയോ ആളുകൾ കണ്ടു, നമ്മൾ 10 പേര് കണ്ടു, 10 പേര് കണ്ടു കഴിയുമ്പോൾ യൂട്യൂബ് അത് 20 പേരിലേക്ക് റെക്കമെൻഡ് ചെയ്തു, 20 പേര് കണ്ടു കഴിയുമ്പോൾ 40 പേരിലേക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ വൈറലാവുന്ന വീഡിയോയാണ്, അല്ലെങ്കിൽ അങ്ങനെ വൈറലായി ആ വീഡിയോയിൽ നിന്നും കിട്ടുന്ന വ്യൂ ആണ് ജെന്യൂൻ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് വ്യൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ജെന്യൂൻ ആണെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഏതൊരാൾക്കും കേട്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ വീഡിയോ കാണുന്നത് ബോട്ടല്ല, ആളുകളാണ് വീഡിയോ കാണുന്നത് എന്ന് കരുതുക.
അവർ ആ വീഡിയോ കാണുന്നത് നിങ്ങൾ കൊടുത്ത പൈസ കൊടുത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള ഒരു പ്രത്യുപകാരമാണ് ആ വീഡിയോ കാണുന്നത്. നിങ്ങൾ പിറ്റേ ദിവസം ഇടുന്ന വീഡിയോ ഈ പറയുന്ന ആളുകൾ കാണണമെന്നില്ല. ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കമന്റ് ബോക്സിൽ കണ്ടു, ഈ പറയുന്ന വ്യക്തി നല്ല പക്ക ആള്, അടിപൊളിയാണ്, വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ പക്കയായിട്ട് ചെയ്തു തരും, ജെന്യൂൻ ആണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ കിട്ടുമായിരിക്കും, ആ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് ആ സമയത്തുള്ളൊരു ഇൻകം കാര്യം കിട്ടുമായിരിക്കും. പിന്നെ പിറ്റേ മാസം മുതൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ തന്നെ വീഡിയോ ഇടണം. പൈസ മേടിച്ചവർ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരില്ല. അതൊന്നാമത്തെ കാര്യം. നിങ്ങളുടെ ചാനൽ നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ഇതിനെല്ലാം പുറമെ വേറൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3 വർഷമായിട്ട് ഡെഡായി കിടക്കുന്ന ഒരു ചാനൽ, യൂട്യൂബ് എന്ന് പറയുന്നത് മണ്ടന്മാരൊന്നുമല്ല അവിടെ ഇരിക്കുന്ന ആളുകൾ. 3 വർഷമായിട്ട് ഡെഡായി കിടക്കുന്ന ഒരു ചാനൽ 2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് വൈറലാവുന്നു, വീഡിയോ വൈറലാവുന്നു, മോണിറ്റൈസേഷൻ ആവുന്നു, എല്ലാം ഓക്കെ പക്കെ ആവുന്നു. അപ്പൊ യൂട്യൂബിൽ ചിന്തിക്കും, യൂട്യൂബിന്റെ അൽഗോരിതം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിടുന്ന വീഡിയോകൾ യൂട്യൂബിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യില്ല. യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പക്കയായിരിക്കണം, നമ്മൾ ജെന്യൂൻ ആയിരിക്കണം. നമ്മുടെ വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് അനലൈസ് ചെയ്യുമ്പോൾ ഇത് പക്ക ജെന്യൂൻ ചാനലാണ് എന്ന് യൂട്യൂബിന് തോന്നണം. അതല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മുകളിലേക്ക് പൊങ്ങി വരില്ല. ഈ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചാനൽ ഇപ്പോൾ റെഡിയാക്കണം, ഇപ്പൊ തന്നെ ഇൻകം കിട്ടണം, അത് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. യൂട്യൂബില് ആദ്യകാലം മുതൽ വന്നേക്കുന്ന, അതായത് ഇപ്പോ മില്യനായിട്ട് നിൽക്കുന്ന പല യൂട്യൂബേഴ്സും സ്റ്റെപ്പായിട്ടാണ് ഇൻകം വരുത്തുന്ന രീതിയിലേക്ക് അവരവരുടെ ചാനൽ ആക്കി തീർത്തത്. ഇപ്പൊ യൂട്യൂബിലേക്ക് ഒരുപാട് പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്, പുതിയ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അവര് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, ഇനി അടുത്ത് എന്താ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ABCD അറിയാത്ത ആളുകളും യൂട്യൂബിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇവര് മുതലെടുക്കുന്നത്. ഇവര് മുതലെടുത്തിട്ടാണ് പൈസ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെയ്ഡായിട്ട് സർവീസ് ചെയ്തു തരാം, ജെന്യൂൻ ആയിരിക്കും, പക്കയായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 2 യൂട്യൂബേഴ്സ് തമ്മിൽ ഇപ്പൊ അതൊരു വിഷയമായിരിക്കുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളും. ഇതിന്റെ ഇടയിലും കുറെ പേര് ആദ്യത്തെ ആളെയും കുറെ പേര് രണ്ടാമത്തെ ആളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല. എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളടുത്ത് പറയാം, പേയ്മെന്റ് കൊടുത്തുള്ള സബ് അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുത്തുള്ള വാച്ച് അവർ ഒരിക്കലും ചാനലിനെ, ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെന്റോ കാര്യങ്ങളോ കിട്ടിയിരിക്കും. ഭാവിയിലേക്ക് നിങ്ങളൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് 1-2 മാസത്തെ പേയ്മെന്റ് മതിയെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഒരു ആജീവനാന്ത അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന രീതിയിൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് സർവീസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഇന്നിടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ആ വീഡിയോ കണ്ട് വരുന്ന ഒരാളെ നാളെ നമ്മളിടുന്ന വീഡിയോ കാണാൻ വെയിറ്റ് ചെയ്യുള്ളൂ. ആ ഒരാളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുള്ളൂ. കാരണം അയാൾക്ക് നമ്മൾ ഇന്നിടുന്ന വീഡിയോ പോലെ നല്ലൊരു വീഡിയോ നാളെയും കാണണം. പക്ഷെ ഒരിക്കലും നിങ്ങൾ പെയ്ഡ് സർവീസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4000 വാച്ച് ടൈം അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് നേടിത്തരുന്ന ഈ ആളുകൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യില്ല. യൂട്യൂബ് നമ്മുടെ വീഡിയോ ആദ്യം കൊടുക്കുന്നത് ഈ പറയുന്ന ആളുകളിലേക്കായിരിക്കും. അവരൊരിക്കലും ആ വീഡിയോ കാണാൻ പോകുന്നില്ല. അവർ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളിടുന്ന യാതൊരു വീഡിയോകളും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ജെന്യൂൻ ആയിട്ടുള്ള വാച്ച് ടൈമും ഓർഗാനിക് ആയിട്ട്. ജെന്യൂൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെയ്ഡ് സർവീസ് ചെയ്യുന്നവരും പറയുന്നത് അവർ ജെന്യൂൻ ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള വാച്ച് ടൈമും നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള കൂട്ടണ്ട, കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണാൻ. നമ്മൾ നല്ല വീഡിയോ കണ്ട് ഇട്ട് കഴിഞ്ഞാൽ, നല്ല വീഡിയോ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ വൈറലാക്കി തരും. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഇപ്പൊ മൊത്തത്തിൽ ആളുകൾ കൺഫ്യൂഷനാണ്. ഇപ്പൊ ആര് പറയുന്നതാണ് ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ പറയുന്ന 2 ആളുകളും, ഈ ടെക് ചാനൽ നടത്തുന്ന 2 പേരും എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ്. കുറെ പേര് ആദ്യത്തെ ആളുടെ കൂടെയും കുറെ പേര് രണ്ടാമത്തെ ആളുടെ കൂടെയും അവരെ 2 പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവസാന വാക്ക് എന്ന് പറയുന്നത് പെയ്ഡ് സർവീസ് ചെയ്യാതിരിക്കുക. കുറച്ച് നാള് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ വളരുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോകൾ ചെയ്യുക.